ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാം സാൻഡയുടെ കത്ത് കിട്ടിയോ? നമ്മുടെ ക്രിസ്മസ് പാപ്പയുടെ കത്തുകൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ മുന്നിൽ ഒരു ലെറ്റർ ബോക്സ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇന്നലെ രാത്രി തന്നെ നമ്മളൊരു ബോക്സൊക്കെ എടുത്ത് ഒരു റെഡ് കളർ പേപ്പറൊക്കെ ഒട്ടിച്ച് ഒരു ലെറ്റർ ബോക്സ് ഉണ്ടാക്കി. സാന്റാക്ലോസ് ലോകത്തിലുള്ള എല്ലാ കുട്ടികളെയും വികൃതി കുട്ടികൾ, നല്ല കുട്ടികൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു രാത്രി കൊണ്ട് നല്ല കുട്ടികൾക്കെല്ലാം മിഠായികളും കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും ഒക്കെ നൽകും. എന്നാൽ വികൃതി കുട്ടികൾക്കോ സാന്റാക്ലോസ് കൽക്കരിയും ചുള്ളിക്കമ്പും എല്ലാം നൽകും. അപ്പം നിങ്ങൾ നല്ല കുട്ടിയാണോ അത് വികൃതി കുട്ടിയാണോ? അലിൻസാഗ ഇവിടെ നല്ല കുട്ടിയാണോ വികൃതി കുട്ടിയാണോ എന്നറിയാനായിട്ട് ഞങ്ങളൊരു ലെറ്റർ ബോക്സ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അലിൻസാഗ നല്ല കുട്ടിയാണെങ്കിൽ സാന്റ ഇതിൽ ലെറ്റർ ഇട്ടിട്ട് പോകും. വികൃതി കുട്ടിയാണെങ്കിൽ ലെറ്റർ ഉണ്ടാവില്ല. ക്രിസ്മസ് നാളുകളിൽ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകാൻ സാന്റാക്ലോസ് വരുമെന്നാണ് സങ്കല്പം. നമ്മളപ്പോൾ ലെറ്റർ ബോക്സൊക്കെ റെഡിയാക്കി വെച്ചു. രാത്രികാലങ്ങളിൽ സാന്റാക്ലോസ് റെയിൻഡിയർ വലിക്കുന്ന തെന്നുവണ്ടിയിൽ പുഞ്ചിരിയോടെ വരും. എന്തിനാ? നല്ല കുട്ടികൾക്കുള്ള ലെറ്ററും ഗിഫ്റ്റൊക്കെ ആയിട്ട്. കുട്ടികൾക്കും അവരുടെ ആഗ്രഹങ്ങൾ അറിയിച്ചുകൊണ്ട് സാന്റാക്ലോസിന് കത്തെഴുതാട്ടോ. അപ്പം നിങ്ങളും നല്ല കുട്ടികളാണെങ്കിൽ സാന്റ ഇതേപോലെ നിങ്ങൾക്കും ഗിഫ്റ്റായിട്ട് വരും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അലിൻസാഗ ലെറ്റർ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. രാവിലെ മുതൽ അലിൻസാഗ സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു, സാന്റ എനിക്ക് കത്തയക്കുമോ എന്നൊക്കെ. എനിക്കൊന്നും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് ആള് ലെറ്റർ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയത്. പക്ഷേ ആ ലെറ്റർ കണ്ടപ്പോൾ അവൾ ഒത്തിരി ഹാപ്പിയായി. അത് കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയായി. അപ്പോൾ അലിൻസാഗയ്ക്ക് സാന്റാക്ലോസിൻ്റെ ലെറ്റർ കിട്ടി. നിങ്ങൾക്കോ? ഇല്ലെങ്കിൽ വിഷമിക്കണ്ട, ഇന്ന് തന്നെ ഒരു മെയിൽ ബോക്സ് വീടിൻ്റെ ഫ്രണ്ടിൽ റെഡിയാക്കി വെച്ചോ. സാന്റ നിങ്ങൾക്കും കത്തെഴുതും. പക്ഷേ നല്ല കുട്ടികൾക്കേ സാന്റ കത്തുകൾ അയക്കൂ, അത് മറക്കണ്ട. സത്യത്തിൽ സാന്റ കത്തയക്കുമെന്ന് അലിൻസാഗ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ആ കത്തൊട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയോണ്ട് അലിൻസാഗയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പിന്നീട് അലിൻസാഗ അച്ചാച്ചനോട് സാന്റാക്ലോസ് വന്നതും കത്തിട്ടതുമായ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. സാന്റാക്ലോസിനെ നമുക്ക് കാണാനൊന്നും പറ്റില്ല. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ രാത്രി ആ സാന്റാക്ലോസ് വരുന്നതെന്നും നല്ല കുട്ടികൾക്ക് സമ്മാനവും കത്തൊക്കെ നൽകുമെന്നും അച്ചാച്ചന് കുഞ്ഞും വിശദീകരിച്ചു കൊടുത്തു. പിന്നെ അലിൻസാഗ എൻവലപ്പൊക്കെ ഓപ്പൺ ചെയ്ത് കത്തൊക്കെ എടുത്തു. ഇനി അത് ഞാൻ വായിച്ചു കൊടുക്കണം. സാന്റാക്ലോസ് എന്താ ലെറ്ററിക്കടെ അലിൻസാഗയോട് പറഞ്ഞതെന്ന് ഇനി നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ അതവിടെ നിൽക്കട്ടെ അല്ലേ, അത് അലിൻസാഗയ്ക്ക് എഴുതിയ കത്തല്ലേ, അത് നമ്മളെല്ലാവരും വായിക്കണ്ടല്ലോ. അത് അലിൻസാഗ മാത്രം കേൾക്കട്ടെ. കത്ത് ഞാൻ വായിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ആളിങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കുന്നത്. പലയിടത്തും പല പേരുകളിലാണ് സാന്റാക്ലോസ് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിൽ ഫാദർ ഓഫ് ക്രിസ്മസ് എന്നും, ഫ്രാൻസിൽ പെരെ നോയൽ എന്നും, ജർമ്മനിയിൽ വെയ്നാസ്റ്റ്മെൻ എന്നും സാന്റാക്ലോസ് അറിയപ്പെടുന്നുണ്ട്. ഈ മൂന്നിൻ്റെയും അർത്ഥം ക്രിസ്മസിൻ്റെ പിതാവ് എന്നാണ്. അലിൻസാഗയ്ക്ക് സാന്റ എഴുതിയ കത്ത് ഞാൻ അലിൻസാഗയ്ക്ക് വായിച്ചു കൊടുത്തു. ആളത് ശ്രദ്ധയോടെ കേട്ടിരുന്നു. ലെറ്റർ വായിച്ചു കൊടുത്തതിന് ശേഷം അലിൻസാഗ എന്നോട് ചോദിച്ചത്, ഞാൻ നല്ല കുട്ടിയായതുകൊണ്ടാണോ അമ്മേ എനിക്ക് സാന്റ കത്തെഴുതിയത് എന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആയിരിക്കും, നല്ല കുട്ടിയായതുകൊണ്ടായിരിക്കും അലിൻസാഗയ്ക്ക് സാന്റ കത്തെഴുതിയത്. നിങ്ങളും നല്ല കുട്ടികളാണെങ്കിൽ വിഷമിക്കണ്ട, വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കും സാന്റ കത്തെഴുതും. ഇനി സാന്റയ്ക്ക് തിരിച്ച് കത്തെഴുതുന്ന കാര്യവും അലിൻസാഗ പറഞ്ഞു. സാന്റ നിങ്ങൾക്ക് കത്തെഴുതിയാലും ഇല്ലെങ്കിലും നിങ്ങൾ സാന്റയ്ക്ക് ഒരു കത്തെഴുത്. നിങ്ങളുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞ് സാന്റയ്ക്ക് നിങ്ങളും ഒരു കത്തെഴുത്. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പോയി വന്നിട്ട് അലിൻസാഗ സാന്റയ്ക്കുള്ള കത്തെഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അലിൻസാഗ എഴുതില്ല, അലിൻസാഗ പറഞ്ഞിട്ട് ഞാൻ എഴുതും. പിന്നെ ആൾ കുറച്ച് നേരത്തേക്ക് സംശയത്തിലായിരുന്നു. ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം സാന്റ കത്തെഴുതിയിട്ടുണ്ടാവുമോ, ആർക്കൊക്കെ ആയിരിക്കും സാന്റയുടെ കത്ത് കിട്ടിയിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് സാന്റയുടെ അടുത്ത കത്തുകൾക്കും സമ്മാനങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. സാന്റ പറഞ്ഞതൊക്കെ കേൾക്കോ? അപ്പോൾ ഓക്കെ, ബൈ.